ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, മാനവകുലത്തിൻ്റെ പാപ പരിഹാരത്തിനായി മാനുഷവേഷത്തിൽ ശുദ്ധമുള്ള മേരിയുടെ മകനായി യേശുക്രിസ്തു ഭൂമിയിൽ ജാതം ചെയ്തതിൻ്റെ സ്മരണ പുതുക്കുന്ന എൽദോ നോമ്പിൻ്റെ കാലയളവിലാണല്ലോ നാം ആയിരിക്കുന്നത്. ദൈവഭക്തി ശോഷണവും അതിക്രമങ്ങൾ ഏറെ പെരുകുകയും ചെയ്യുന്ന ഈ ഭൂമുഖത്ത് സ്നേഹവാനായ യേശുനാഥൻ ഒരു പുൽക്കൂട്ടിൽ ജാതനായി തൻ്റെ എളിമയെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. എന്തിനെന്നാൽ നിന്ദിക്കപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും വിലയുള്ളവരാക്കി മാറ്റുന്ന ദൈവ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. 72-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും, ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും, അവരുടെ പ്രാണനെ അവരുടെ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും, അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അതേ പ്രിയരെ, നാം ഏവരും കർത്തൃസന്നിധിയിൽ വിലയേറിയവരാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ആയിരിക്കുക. ആമോസ് പ്രവാചകൻ 5-ാം അധ്യായം 14-ാം വാക്യം ഏറെ ചിന്തനീയമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ബലവാനായ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ ചിന്ത അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉയരങ്ങളിന്മേൽ നടക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. ബലവാനായ ദൈവമായ കർത്താവ് എന്നാകുന്നു അവൻ്റെ നാമം. ആമോസ് 4:15. ആ ദൈവമാണ് ഒരു ശിശുവായി മാനുഷിക സ്ത്രീയിൽ ഉരുവായത്. പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ കാലിക്കൂട്ടിൽ ഒരു കീറത്തുണിയിൽ പൊതിയപ്പെട്ടവനായി കാണപ്പെട്ടു. നോക്കൂ, യേശുനാഥൻ അന്ന് പുൽക്കൂട്ടിൽ പിറന്നെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പിറക്കട്ടെ. ഈ ശുദ്ധമുള്ള നോമ്പ് നാം ഏവരെയും അതിനെ പ്രാപ്തരാക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.